മാലിന്യം അത് വലിയൊരു പ്രശ്നമായി തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിൽക്കുകയാണല്ലേ. ഇതിനെയൊക്കെ മറികടക്കാൻ എന്താണ് പ്രതിവിധി എന്ന് തലപുകഞ്ഞ് ആലോചിക്കുന്നവർക്ക് മുന്നിൽ ഒരു നാട് ഒരു മാതൃക കാട്ടിത്തരികയാണ്. മാലിന്യ സംസ്കരണം എന്നത് കൊച്ചിക്കാർക്ക് കീറാമുട്ടിയാണ്. കൊച്ചി കോർപ്പറേഷനിലെ 48ാം ഡിവിഷനിലെ ഹീൽ പൊന്നുരുന്നി മോഡൽ കണ്ടാൽ പറയും മാലിന്യ സംസ്കരണം ഇത്ര സിമ്പിളാണോ എന്ന്. ജൈവ മാലിന്യത്തിൽ ചകിരിച്ചോറടങ്ങിയ ഇനോക്കുലം ചേർത്ത് മാലിന്യത്തെ വളമാക്കി മാറ്റുകയാണ്. ഡിവിഷനിലെ കാട് പിടിച്ചു കിടക്കുന്ന തരിശുഭൂമികൾ കൃഷി ചെയ്ത് പച്ചത്തുരുത്താക്കുന്നുണ്ട്. കൗൺസിലർ ദീപൻ ദിലീപിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സൊസൈറ്റിയാണ് ഹീൽ പൊന്നുരുന്നിയുടെ നട്ടെല്ല്. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികളിൽ വ്യത്യസ്തമായ ഒരു അനുകരണീയ മാതൃകയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു പൊന്നുരുന്നി മോഡൽ വേസ്റ്റ് മാനേജ്മെന്റ് രീതി. കൊച്ചിയുടെ ആരാധനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഹീൽ കൊച്ചി. ഹീൽ കൊച്ചിയുടെ പൊന്നുരുന്നി വേർഷനാണ് ഞങ്ങളിവിടെ ഹെൽത്ത്, എൻവയോൺമെൻറ്റൽ, അഗ്രികൾച്ചർ ആൻഡ് ലൈവ്ലിഹുഡ്. ആ തീമിൽ ഉൾക്കൊണ്ടുള്ള പരിപാടികളാണ് നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടത്. നമ്മുടെ ഡിവിഷനിലുള്ള ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തെ ഹരിതകർമ്മസേനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി QR കോഡ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ വീടുകളിൽ നിന്ന് മാലിന്യം എടുക്കുന്നുണ്ട് എന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തി. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തെ നമ്മൾ ഈ കാണുന്ന അത് നദീപ് മോഡലിലുള്ള ടാങ്കുകൾ, ഞങ്ങളിതിനെ ഹീൽ ബോക്സുകൾ എന്നാണ് പറയുന്നത്. ഈ ഹീൽ ബോക്സുകളിൽ കൊണ്ടുവന്നിട്ട് ഇനോക്കുലം ചേർത്ത് ചരിച്ചോറിട്ടുകൊണ്ടുള്ള പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. മണവും പുഴുവും ഇല്ലാത്തൊരു സംവിധാനമാണ്. പദ്ധതിയിൽ ബ്രഹ്മപുരം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ശരിക്ക് നമ്മുടെ നാടിൻ്റെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ, മാലിന്യ പ്രശ്നത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു. ബ്രഹ്മപുരാനന്തരം ഞങ്ങൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഹീൽ പൊന്നുരുന്നി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൊന്നുരുന്നി മോഡൽ ശ്രദ്ധ നേടുന്നത്. ഇന്ന് ഏറെ ജനകീയമായി കൊണ്ടിരിക്കുകയാണ് ഈ മോഡൽ. ഇവിടെ എത്തിക്കുന്ന ഈ വേസ്റ്റിൽ നിന്ന് 2 തരം വളങ്ങളാണ് ഇവർ വിതരണം ചെയ്യുന്നത്. ഒന്ന് സമ്പുഷ്ടീകരിച്ചതായിട്ടുള്ള പാക്കറ്റ് ചെയ്ത ആ വളം, അത് കൂടാണ്ട് സമ്പുഷ്ടീകരിക്കാത്ത, എൻറിച്ച് ചെയ്യാത്ത വളം. നമ്മൾ ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവമാലിന്യങ്ങൾ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ക്രേറ്റിൽ വെച്ച് വെള്ളം ഊറി അതിന് ശേഷം നമ്മൾ ഈ ടാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് ലെയറായിട്ട് അതിൻ്റെ മുകളിൽ ഇനോക്കുലം ഇടും. അങ്ങനെ ആ പ്രോസസ്സ് 20-25 ദിവസം കഴിയുമ്പോൾ അതൊന്ന് ഇളക്കി റെഡിയാക്കി അതിന് ശേഷം വളമായിട്ടെടുത്ത് ഇതേമാതിരി തന്നെ ഇതിലിട്ട് ചെയ്ത് ആളുകൾക്ക് വലിയ മതിപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ വേസ്റ്റ് എടുക്കാൻ പോകുന്ന വീടുകളിൽ നിന്ന് അടക്കമുള്ളവർ പച്ചക്കറി വേണമെന്ന് പറഞ്ഞാൽ അവരോട് ആവശ്യപ്പെടും. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ചോദിച്ചിട്ട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി കൊടുക്കും. അതിൻ്റെ പൈസയും വാങ്ങും. അപ്പോൾ അതിന് പ്രചാരം കയറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഹാർവസ്റ്റ് ഒരു ബങ്ക് ഇവിടെ ഉണ്ടാക്കിയത്. ഹരിത കേരളം എന്നുള്ള ആ ഒരു കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യാനുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഇനി ആളുകൾ പ്ലോട്ട് വിട്ട് തന്നാൽ അവരുടെ വേക്കൻ ലാൻഡ് വെറുതെ കാട് പിടിച്ച് എടുക്കുകയാണ്. അത് ഇല്ലാണ്ടായി നമുക്കിത് കൊണ്ടു നടക്കാനായിട്ട് കഴിയും. ഈ പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ഇവർ പ്രദേശത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമികൾ ഏറ്റെടുത്ത് അവിടെ നടത്തുന്ന കൃഷിയാണ്. ഇന്നിപ്പോൾ ഇഞ്ചി കൃഷി വിളവെടുക്കുകയാണല്ലേ? നല്ല വിളവുണ്ടോ? നല്ല വിളവാണ്. ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്തതിനപ്പുറമാണ് ഈ ഇഞ്ചിയുടെ ഇത് കിട്ടിയേക്കണം. നമ്മളിവിടെ ഇഞ്ചി അത്ര വലിയ കൃഷി നടത്തുന്ന ഒരു സംസ്ഥാനമല്ലല്ലോ. മാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളം, ആ വളം വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഈ തരിശ് ഭൂമികൾ ഇവരെടുത്തുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് വ്യത്യസ്തമായ കൃഷികൾ നടത്തുന്നത്. പ്ലാന്റിനോട് മുമ്പിലുള്ള സ്ഥലങ്ങളിൽ പച്ചക്കറി അങ്ങോട്ട് വ്യാപകമായി നമ്മൾ നട്ട്, ചീര നട്ട്, വാഴ നട്ട്, പിന്നെ തക്കാളി, മുളക്, ഇഞ്ചി, എല്ലാ സാധനങ്ങളും നട്ട്. അപ്പോൾ ഇതെല്ലാം നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ സ്വയം ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ടുള്ള സാധനം കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകുന്ന സമീപനമാണ് ഇവിടെ നടക്കുന്നത്. ധാരാളം ആൾക്കാർ നമുക്ക് സ്ഥലം കൃഷി ചെയ്യാൻ തരാമെന്നുള്ള സൊസൈറ്റിക്ക് തരാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമീപനമാണ്. ഇത് കാണുമ്പോൾ ഒരു വലിയൊരു ഗോഡൗണൊക്കെ പോലെ തോന്നും, പക്ഷെ അതൊന്നുമല്ല. വൈറ്റില മേൽപ്പാലത്തിന് താഴെയാണിത്. ഈ പാലത്തിൻ്റെ താഴെയുള്ള പരിമിതമായ ഈ സ്ഥലത്താണ് മനോഹരമായ ഈ ഒരു
വളം ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബ്രഹ്മപുരത്തിന് ശേഷം ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ അക്യൂർ ചെയ്തുകൊണ്ടുള്ള മാലിന്യനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഒരു ഉത്തരവ് കളക്ടർ, ആ ഉത്തരവ് പ്രകാരമാണ് നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഈ സ്ഥലം നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ സ്പേസാണ് ഇവർ വളരെ മാന്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി നാടിന് ഏറെ ഗുണപ്രദമാകുന്ന തരത്തിൽ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്യാമയെ, കൊച്ചിയിലുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം മാലിന്യം കൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ട് പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളത്. ഈ പൊന്നുരുന്നിയിൽ ഇത്രയും വലിയ കാര്യങ്ങൾ, നല്ല പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, നാട് പൊന്നാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അവിടെ നടത്തുമ്പോഴാണോ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റിടങ്ങളിലൊക്കെ? അങ്ങോട്ട് ഏറ്റെടുത്താൽ പോരെ നാട് മൊത്തവും? കൊച്ചി പൊന്നുരുന്നിയിലെ 48ാം ഡിവിഷനിലെ വാർഡ് കൗൺസിലറായിട്ടുള്ള ചെറുപ്പക്കാരൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദിവിനാണ് ഇത്തരത്തിലൊരു ആശയത്തിൻ്റെ പിന്നിൽ. ഒരു പൊന്നുരുന്നി മോഡൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ബ്രഹ്മപുരം പോലെയുള്ള വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ കൊച്ചിയിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യും എന്ന എല്ലാവരും തലപൂഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് വ്യത്യസ്തമായ ഒരു ആശയവുമായി ഈ ദിവിനും കൂട്ടരും എത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നാഷണൽ ഹൈവേയുടെ ആ പാലം, പൊന്നുരുന്നി മേൽപ്പാലം, അതിന് തൊട്ട് താഴെയാണ്. ഈ തൊട്ട് താഴെ വ്യത്യസ്തമായ രീതിയിൽ അവിടെ ആ സ്ഥലം കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങളെ കൊണ്ട് ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു പൊന്നുരുന്നി പദ്ധതി, അതായത് കൊച്ചി കോർപ്പറേഷൻ്റെ ഹീൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മേയറുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഹീല് ഈ ദിബിൻ നടപ്പാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ലഭ്യമാകുന്ന വളം അത് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തി വാങ്ങിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു മറ്റ് സ്മെല്ലുകളോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് പൂർണ്ണമായിട്ടും ജൈവവളം കൂടിയാണ്. ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ, അത് നമുക്ക് ഈ വളം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പച്ചക്കറികൾക്കിട്ട് അങ്ങനെ വീട്ടിൽ ഈ പച്ചക്കറികൾ നട്ടു വളർത്താം. ഈ ദിബിനും കൂട്ടരും ചെയ്യുന്നത്, ഇവർ ഒരു സൊസൈറ്റി രൂപീകരിച്ച സൊസൈറ്റിയിൽ 9 പേരടങ്ങുന്ന സംഘമാണ്. അവരുടെ നേതൃത്വത്തിലാണ് മറ്റ് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും പ്രത്യേകമായി ചെറിയ അലവൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലൊരു വലിയ കർമ്മ പദ്ധതിയായിട്ട് ഇതിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇനി തീർച്ചയായും ശ്യാം, എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ എല്ലാ ഇടങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? മാലിന്യ പ്രശ്നങ്ങൾ, അത് എന്തോരം സ്റ്റോറികൾ ഞങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൊച്ചിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. പൊന്നുരുന്നി മോഡൽ അത് എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ നാട് അത്രത്തോളം മനോഹരമായി തീരും. ശരി ശ്യാമ.